ബുക്കിൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാത്ത അതിന്റെ ഫോട്ടോസ് കൊടുക്കാത്തത്? അങ്ങനെയാണല്ലോ പണ്ടുള്ള കമ്പനികളൊക്കെ അല്ലെങ്കിൽ മറ്റു കമ്പനികൾ അത് ചെയ്യുന്നുണ്ടല്ലോ. വെറും ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ, അത് 5ഓ 7ഓ ചിലപ്പോൾ കാലിന്റെയോ കൈയിന്റെയോ വിരലുകളിൽ ഒതുങ്ങുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണെങ്കിൽ അത് പോസിബിൾ ആണ്. പക്ഷേ ഫിജിക്കാർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും നമുക്ക് ഇ-കൊമേഴ്സിലെ ഈസി പ്രൊഡക്റ്റ്സ്, കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സും ഏത് സമയത്തും ഏത് സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഫിസിക്കലായിട്ട് നമുക്കൊരു സ്റ്റോറി പോവേണ്ട ആവശ്യമില്ല, സ്റ്റോറിൽ എത്തേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് സാധനങ്ങൾ വീട്ടിലെത്തുന്ന തരത്തിലേക്കാണ് ഫിജിക്കാർട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഉപയോഗിച്ച മെത്തേഡുകൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇന്ന് കച്ചവടം നടത്താം. പ്രൊഡക്റ്റുകൾ ബാഗിൽ ഇട്ടുകൊണ്ട് പോയി വിൽക്കേണ്ട ആവശ്യമില്ല, ബ്രോഷർ അടിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പണ്ട് ആ ഓപ്ഷൻ ഇല്ല. കമ്പനിക്ക് ഇത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും, അത് വിൽക്കുക, അത് വാങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയും പിടിപ്പിക്കുക എന്ന് പറയും അല്ലെ. ആളുകൾ പറയാനല്ലേ, ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നതെന്ന് പറയും അല്ലെ. പക്ഷെ ഇവിടെയും നമ്മൾ കേട്ടാൽ അറിയാം, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട് അല്ലെ. നിങ്ങൾ നോക്കുക, 2021 ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഫാൻ ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുടെ സൈറ്റിലാണ് പറയുന്നത് കേട്ടോ. ഫാൻ ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു, എന്താണ് ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഗ്യാസ് ബർണർ ഉണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു. നെക്ലസ്, ഗോൾഡ് നെക്ലസ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ലോജിസ്റ്റിക് മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ഇവിടുത്തെ പോളിസീസ് മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റുകളിൽ ചേഞ്ച് വരുത്താൻ സാധിക്കും. നമ്മൾ ഒരു ഇ-കൊമേഴ്സ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വൈഡ് റേഞ്ച് സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദുബായിൽ ഇരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ആളുകൾക്കും ഏത് സമയത്ത് വേണമെങ്കിലും പ്രൊഡക്റ്റിന്റെ പിക്ചർ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ കൂടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, റിവ്യൂസ്, ഇതെല്ലാം കണ്ട് ഈസി ആയിട്ട് പ്രൊഡക്റ്റുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു ബ്രോഷർ ഉപയോഗിക്കുന്നതിനേക്കാളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ കയ്യിലെടുത്ത് വിൽപ്പന നടത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ അല്ലെ. അതുപോലെ തന്നെ വൈഡ് മാർക്കറ്റ് റീച്ച് ആണ്. അതായത് ഒരു കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഡം സ്ക്രീൻ ഷെയർ ഉണ്ടല്ലോ അല്ലെ? ഓക്കെയാണ് മാം, ആവുന്നുണ്ട്. ഇപ്പൊ ഒരു പിക്ചർ. ഓക്കെ, അപ്പോ വൈഡ് മാർക്കറ്റ് റീച്ച് ആണ് അല്ലെ. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ബിസിനസ് ചെയ്യണ്ടൂ എന്നില്ല. അപ്പൊ നമ്മളൊരു സാധാരണ ഒരു കട, ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ആ സൂപ്പർ മാർക്കറ്റിന്റെ പരിസരത്തുള്ള ഏകദേശം ഒരു 50 കിലോമീറ്റർ ചുറ്റളവെന്ന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കച്ചവടം ലഭിച്ചേക്കാം അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നിന്ന് ജയലക്ഷ്മി അല്ലെങ്കിൽ പുളിമൂട്ടിൽ, ഇതൊക്കെ തൃശ്ശൂരുള്ള കടകളാണ്. ഒരു പക്ഷേ ചിലപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ജില്ലകളിൽ നിന്നോ ചിലപ്പോൾ കല്യാണങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഏതറ്റത്തു നിന്ന് വേണമെങ്കിലുമോ ഇന്ത്യയുടെ ഏതറ്റത്തു നിന്ന് വേണമെങ്കിലോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ഇരുന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ഒരു ആപ്പിന്റെ സഹായത്തോടെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കാൻ സാധിക്കും. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഏത് രാജ്യത്തിരിക്കുന്ന വ്യക്തിയെയും കണക്ട് ചെയ്യാൻ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മതി. അതിനുപരിയായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് അല്ലെ, നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റുകളിലേക്ക് മാത്രമല്ല, ഈ ഒരു ഡിജിറ്റൽ ഇറ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സൈറ്റ് അക്സസ് ചെയ്യാനും അത് കാണിച്ചു കൊടുക്കാനും പ്രൊഡക്റ്റുകൾ കാണിച്ചു കൊടുക്കാനും നമുക്ക് ബിസിനസ് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അയ്യോ ഇപ്പൊ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കുന്നുണ്ടാവും. നിങ്ങളൊരു 10 കൊല്ലം മുന്നേ ഉള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉള്ള ചെയ്യുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടുന്ന് കോയമ്പത്തൂരോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ രാജസ്ഥാനിലോ ജമ്മു ആൻഡ് കാശ്മീരിലോ ഇനി ഒന്നും വേണ്ട UAE ഇരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്ലാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഓപ്ഷൻ? സൂം ഇല്ല, ഗൂഗിൾ മീറ്റ് ഇല്ല, ഒരു സ്കൈപ്പ് അറിയുന്ന ആളുകൾക്കേ അറിയുള്ളൂ അല്ലെ. ഒരു 20 കൊല്ലം മുന്നേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ട് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് കോയമ്പത്തൂർ ടീം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ല.
ഈ പ്രൊഡക്റ്റുകളോ ബ്രോഷറുകളോ ഒക്കെ എടുത്ത് അത്രയും ട്രാവൽ എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് അവിടെ പോയി ഇനി അത് ഓപ്പൺ ആവുമെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ അവിടെ താമസിച്ച് ടീം ബിൽഡ് ചെയ്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചിലപ്പോൾ സ്വന്തം നാട്ടിലേക്കോ വീട്ടിലേക്കോ ഒക്കെ എത്താനായിട്ട് അല്ലെ. ലേഡീസിന് പോസിബിൾ അല്ല. ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ജോലി രാജിവെക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ഒരു ഈസിനെസ് ആലോചിച്ച് നോക്ക്. ഏത് ജോലിയോടൊപ്പം വേണമെങ്കിലും മാഡം ഒന്ന് ലിങ്കിൽ കയറൂ എന്ന് പറഞ്ഞാൽ മതി, ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ മതി, പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. കോയമ്പത്തൂർക്ക് തന്നെ പോണമെന്നില്ല, ഓൺലൈനിൽ കണക്ട് ചെയ്യാം. ദുബായിൽ പോയി പ്ലാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൺലൈനിൽ കണക്ട് ചെയ്യാം അല്ലെ. അതായത് ഒരു കാലഘട്ടത്തെ മൊത്തം ഈ ഒരു ഡിജിറ്റൽ എറ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് വലിയ റേഞ്ചില് നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ മാറ്റി എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 5 സ്ഥലങ്ങളിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 5 ജില്ലകളിലോ അല്ലെങ്കിൽ 5 ഡിസ്ട്രിക്റ്റുകളിലോ സ്റ്റേറ്റുകളിലോ ഒക്കെ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിന്റെ ഒരു മൂല മതി നമുക്ക് എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ. കാരണം നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഡിജിറ്റൽ വേൾഡ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അല്ലെ. ഇതിൽ അടുത്ത ഒരു ഇ കൊമേഴ്സ് മേഖലയിലേക്ക് മാറാനുണ്ടായ ഒരു റീസൺ നമ്മൾ പറയുന്നത് 24/7 ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മുടെ ഓൺലൈൻ സ്റ്റോർ പൂട്ടുന്നില്ല അല്ലെ, തുറക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഏത് സമയത്ത് വേണമെങ്കിലും കച്ചവടം നടക്കാം. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കുക, ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നു അല്ലെ നമ്മള്, ഇതേ സമയം രാത്രി ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പൊ അമേരിക്ക ഉണ്ടാവാം, മറ്റു രാജ്യങ്ങൾ, ടൈം ഡിഫറൻസ് ഉള്ള രാജ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്, ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ലണ്ടനിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളാണെന്ന് വിചാരിക്കുക, നമ്മൾ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് പകലായിട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നമുക്ക് ടീം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഏത് രാജ്യത്തുനിന്ന് സെയിൽ വെച്ചാലും ഫിജിക്കാർട്ടിലാണോ ഇന്ത്യൻ സിറ്റിസൺ ആണോ അവിടെ നമുക്ക് എന്ത് കിട്ടും, അവരുടെയും നമ്മുടെയും അക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടും അല്ലെ. ഏത് സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസ് നടത്താൻ പറ്റും. സമയത്തിന്റെ മാത്രമല്ല പറഞ്ഞത് കേട്ടോ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ അപ്ലൈനോ നമ്മുടെ ഡൗൺലൈനോ 12 മണിക്കും 1 മണിക്കൊക്കെ ഓൺലൈനിൽ പ്ലാൻ കൊടുത്ത ആളുകളുണ്ട്, ഓഫ്ലൈനിൽ പ്ലാൻ കൊടുത്ത ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാ ആ ഒരു ടൈമില് 24/7 ഓപ്പർച്യൂണിറ്റിയാ. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ക്യാഷ് ഡിജിറ്റലി അല്ല വാങ്ങിക്കുക, ക്യാഷ് നമ്മൾ ഡിജിറ്റലി അല്ല ഡെപ്പോസിറ്റ് ചെയ്യുക, എല്ലാം ഫിസിക്കൽ ട്രാൻസാക്ഷൻസ് ആയിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പനിയിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് അതിന്റെ കമ്മീഷൻ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെ, ഓൺലൈൻ സ്റ്റോറിലൂടെ 24/7 24 മണിക്കൂറും 7 ദിവസവും ഏത് രാജ്യത്തിരുന്നിട്ട് വേണമെങ്കിലും ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സെയിൽസ് വെച്ച് നമ്മൾ തിരക്കിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിക്കണം. അപ്പൊ ഈ ഒരു ഇ കൊമേഴ്സ് മേഖലയുടെ വലുപ്പം ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ചുറ്റാവട്ടാരത്തുള്ള കോങ്ങാടും പത്തിരിപ്പാലയിലും മണ്ണൂരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ 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 ഏരിയാസിലും ഒക്കെ കടന്ന് ചുറ്റിത്തിരിയാതെ വലിയ വലിയ രാജ്യങ്ങളിലേക്ക് ടീം ഡെവലപ്പ് ചെയ്യാനുള്ള വലിയൊരു സ്കോപ്പ് ആയിട്ടാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ചുവടുവെച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. 4ാമത്തെ പോയിന്റ് ആണ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് അല്ലെ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് നോക്കാനും ഏത് സ്ഥലത്തേക്ക്, ഇപ്പൊ നമുക്കറിയാം പല ആളുകളും ഇപ്പൊ ഷാർജയിലുള്ള ആളുകളും ഒമാനിലുള്ള ആളുകളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ അവരുടെ വീടുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ ഗൾഫിലേക്കല്ല അയച്ചു കൊടുക്കുന്നത്, അവരുടെ വീട്ടിലേക്ക് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ, സ്റ്റോർ പർച്ചേസും ഉണ്ട് ഓൺലൈൻ പർച്ചേസും ഉണ്ട് അല്ലെ. നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് മെത്തേഡുകൾ, ട്രാൻസ്പെറന്റ് പർച്ചേസിംഗ് പ്രോസസ്. ട്രാൻസ്പെറന്റ് പർച്ചേസിംഗ് പ്രോസസ് എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഒരു പേയ്മെന്റ് പോയിട്ടുണ്ടോ, അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഒരു ഓർഡർ നമ്പർ. ഇനിയിപ്പോ നമ്മൾ ID രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പോലും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്സപ്പിലോ SMS ആയിട്ടോ ഇന്ന ആളുടെ പേരിൽ അവർ കൊടുത്ത മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വരുന്നുണ്ട് അല്ലെ.
പക്ക ട്രാൻസ്പെറന്റ് ആണ്. ഒരാളുടെ ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ കസ്റ്റമർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എടുക്കാൻ, ഇപ്പൊ നമ്മൾ പുതിയ OTP സിസ്റ്റം വന്നു അല്ലെ, ഇതെല്ലാം കസ്റ്റമേഴ്സിന് ഈ ഒരു മേഖലയില്, അതായത് ഇ-കൊമേഴ്സ് മേഖലയുടെ എഫിഷ്യൻസിയാണ് അവർ കാണിക്കുന്നത്. ഇ-കൊമേഴ്സ് മേഖലയുടെ എന്താ പറയുന്നത്, ട്രാൻസ്പെറൻസി, അതായത് ജെന്യൂനിറ്റി. നമ്മൾ എത്ര കൃത്യമായിട്ടാണ് ഈ ബിസിനസ്, ഒരു കള്ളത്തരവും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇ-കൊമേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അടുത്തത് എഫിഷ്യന്റ് ട്രാക്കിംഗ് സിസ്റ്റം അല്ലെ. പണ്ട് ഇപ്പോ നമ്മളോട് പറയും, പണ്ടൊക്കെ ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. പണ്ടുള്ള ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. കുറേ വർഷം മുന്നേ ചെയ്തിട്ടുള്ള ആളുകള് അവര് ഫണ്ട് കളക്ട് ചെയ്ത് ഡയറക്റ്റ് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവര് ഇരുന്ന് കമ്മീഷൻ നോക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കും മാച്ചിങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് എമൗണ്ട് കൊടുക്കുക. കാരണം അത്ര സെയിൽ വരുന്ന സമയത്ത് മാനുവലി വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഓർഡേഴ്സ്, കമ്മീഷന്, കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡിജിറ്റലി മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു ആധാർ നമ്പറും പാൻ കാർഡോ ഒരു ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമ്പനീന്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ സാധിക്കും. എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് എത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് സാധിക്കും, എത്ര ഓർഡേഴ്സ് അവർ വാങ്ങിയിട്ടുണ്ടെന്ന് സാധിക്കും, എന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് സാധിക്കും, എന്നാണ് ആദ്യത്തെ ഓർഡർ എന്നും എന്നാണ് അവസാനത്തെ ഓർഡർ എന്നും നമ്മൾ സെർച്ച് ചെയ്യുന്നതും ലിസ്റ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. അപ്പൊ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നാം. ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഇല്ലേ, നമ്മുടെ IP അഡ്രസ് ഇല്ലേ, നമ്മൾ എവിടെ നിന്നാണ് ഇത് നോക്കുന്നത് എന്ന് പോലും എന്ത് ചെയ്യാൻ പറ്റും കമ്പനിക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിലുള്ള ആളുകൾക്ക് നമ്മൾ ഏത് ഏരിയയിൽ നിന്നാണ് ലോഗിൻ ചെയ്തതെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഇന്നുണ്ട്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇല്ലേന്ന് ചോദിച്ചാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. അതാണ് എഫിഷ്യന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ആരെ റെഫർ ചെയ്തു, അവരാരെ കൊണ്ടുവന്നു, ആര് മുഖാന്തരമാണ് വന്നത്, അവരെത്ര പർച്ചേസ് നടത്തി, എന്തൊക്കെ സാധനങ്ങൾ റെഫർ ചെയ്യുന്നു, നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ. നമ്മൾ വിചാരിക്കും കമ്പനിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെയും ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെയും തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അതായത് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അഫിലിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ, കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു അഫിലിയേറ്റ് ആണെങ്കിൽ മാക്സിമം 6 മാസത്തിലെങ്കിലും സ്വന്തം സ്പോൺസർഷിപ്പില് ഒരു ഐഡി എങ്കിലും രജിസ്റ്റർ ആവും. മാക്സിമം ആണ് പറയുന്നത് കേട്ടോ, മിനിമം അല്ല. 6 മാസത്തിലെങ്കിലും കൃത്യമായി വർക്ക് എടുക്കുന്ന ഏതൊരു അഫിലിയേറ്റ്, റാങ്കുകളൊന്നും അല്ല കേട്ടോ, ഏതൊരു അഫിലിയേറ്റ് ആണെങ്കിലും അവിടെ ഒരു സ്പോൺസർ ID എങ്കിലും വരും. ഇത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും താഴെ 1-2 ആളുകൾ വന്ന് അവര് പണിയെടുത്തോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ തെറ്റായ അബദ്ധമായ ധാരണയാണ്. കമ്പനിക്ക് ഇനാക്റ്റീവ് ആക്കാനും ആക്റ്റീവ് ആക്കാനും ഫണ്ട് കയറാതിരിക്കാനും ഫണ്ട് ആർക്കൊക്കെ പോണെന്ന് തീരുമാനിക്കാനുമുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രാക്കിംഗ് സിസ്റ്റങ്ങളും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇനി വേറൊരു കാര്യം കൂടി പറയാം, രഹസ്യമായിട്ട് പറയാം, AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് ഇപ്പോ ഫിജികാർട്ട് എന്ന് പറയുന്ന കമ്പനി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സൈറ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സപ്പോർട്ടിംഗ് സിസ്റ്റം, ന്യൂ മെമ്പേഴ്സ് ക്യാൻ ഈസിലി ഷെയർ പ്രൊഡക്ട്സ്, ലിങ്ക് ആൻഡ് ബിസിനസ്. അതായത് പുതിയ ആളുകൾക്ക് നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്നോ എന്തൊക്കെയാണ് എന്നൊക്കെ ഈസി ആയിട്ട് ഒരാളുടെയും സഹായം ഇല്ലാതെ പഠനം നടത്താം. അതായത് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ തന്നെ ഏതൊരു വ്യക്തിക്കും ഈ ഒരു കമ്പനിയിലെ ഏതൊക്കെ കാറ്റഗറി പ്രൊഡക്ട്സ് ഉണ്ട്, നിങ്ങൾ സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. FMCG പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ്, അതായത് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങൾ. അതുപോലെ അപ്പാരൽസ്, ഡ്രസ് മെറ്റീരിയൽസ്, കോസ്മെറ്റിക് പ്രൊഡക്ട്സ്, ഹെൽത്ത് പ്രൊഡക്ട്സ്, ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ സൈറ്റ് അവൈലബിൾ. പണ്ട് ഒരു കൊല്ലം മുന്നേ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല ഉള്ളത്. ഇന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഏത് വ്യക്തിക്കും ഏത് പ്രൊഡക്റ്റും ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സംവിധാനം. അതായത് ഒരു സോപ്പ് ആണെങ്കിൽ പോലും ആ സോപ്പിന്റെ ലിങ്ക്
മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു സംവിധാനം ഇന്ന് നമുക്കുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. ഡ്യൂപ്ലിക്കേഷനും ട്രെയിനിങ്ങും നമുക്ക് ഈസിയാണ്. സപ്പോർട്ടിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ കമ്പനി നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ അഫിലിയേറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ സൈറ്റിനെ അത്രയും അടിപൊളിയായിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അതൊക്കെ എന്താണ്, നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇവിടെ കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ സ്വന്തം സൈറ്റ് ആണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ കാണുന്നില്ലേ, കച്ചവടം നടത്തുന്ന ആളുകൾ, മറ്റേ ഡ്രസ് മെറ്റീരിയൽസും മറ്റേതും ഒക്കെ കച്ചവടം നടത്തുന്ന സ്വന്തം സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും ഇതിന് എത്ര എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, നമ്മൾ എത്ര അപ്ഡേറ്റഡ് ആയിരിക്കണം, നമ്മൾ എന്തൊക്കെ നോക്കണം, എത്ര സ്റ്റോക്ക്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ് ഉണ്ട് അല്ലെ, ഇതിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഫുൾ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. അടുത്തത് ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ സാധാരണ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു കടയിടാനുള്ള പെർമിഷൻ ആണ് തരുന്നെങ്കിൽ അതിന്റെ റെന്റ്, സ്ഥലം, കച്ചവടം പിടിക്കേണ്ടത് നമ്മൾ തന്നെ കച്ചവടം തിരിക്കണം അല്ലേ. അതുപോലെ തന്നെ കാറ്റലോഗുകൾ ഉണ്ടാക്കണം, അതായത് നമ്മളെ സ്റ്റോക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള അവിടുത്തെ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സാധനം വന്നു, എത്ര സാധനം പോയി, എത്ര സാധനം വിറ്റു, ഇനി എത്ര സാധനം വിൽക്കാനുണ്ട്, ഇതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇനി അതിനുശേഷം എക്സ്പയർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ അതിന് വരുന്ന എക്സ്പെൻഡിച്ചർ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ നമ്മുടെ സൈറ്റിന് പകരം നമ്മൾ ഒരു ഷോപ്പാണ് തുടങ്ങിയിരിക്കുന്നെങ്കിൽ ഒരു ലക്ഷോ 2 ലക്ഷോ ഡെപ്പോസിറ്റ് കൊടുക്കണം. ഇനി അതുപോലെ 2-3 ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ആ സ്റ്റോറിൽ ഇറക്കണം. ഇതിന്റെ ഇൻവേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിലേക്ക് വരുന്ന സാധനങ്ങളുടെ കണക്ക്, ഷോപ്പിൽ നിന്ന് വിറ്റ് പോകുന്നതിന്റെ കണക്ക്, ഇതിന്റെ എക്സ്പയറി ഡേറ്റുകള്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇ-കൊമേഴ്സ് സൈറ്റില് നമുക്ക് എന്ത് നോക്കണ്ട, എത്ര സാധനം വരണു നോക്കണ്ട, എത്ര സാധനം പോന്നു നോക്കണ്ട. കമ്പനിയിൽ വിളിച്ചിട്ട് സ്റ്റോക്ക് വന്നോ എന്ന് മാത്രം എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ചോദിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ഇത് എപ്പ വന്നൂന്നോ, ഇനി ഈ സ്റ്റോക്ക് വരണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യണല്ലോ, ഓർഡർ ചെയ്യേണ്ട ഫണ്ട് ഇത് നമുക്ക് കൊടുക്കണ്ട. ഓർഡർ ചെയ്യുന്ന പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു 10,000 യൂണിറ്റ്, ഒരു 10,000 യൂണിറ്റ് നമ്മൾ സോപ്പ് ഒന്നിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുക. അപ്പൊ ഈ 10,000 യൂണിറ്റ് തീരുന്നതിന് മുന്നേ, കാരണം നമ്മളൊരു ഓർഡർ കൊടുത്താൽ 10,000 യൂണിറ്റ് ഇന്ന് കൊടുത്താൽ നാളെ കൊണ്ടുതരാൻ പറ്റൂലല്ലോ. അതെങ്ങനെയും ഒരു 40 ദിവസം, 30 ദിവസം, 28 ദിവസം, അങ്ങനെ ഒരു കണക്കുണ്ട്. ഈ കണക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ രണ്ടാമത്തെ ഓർഡർ എന്ത് ചെയ്യുക, കൊടുക്കുക. അതുകൊണ്ടാണ് കമ്പനിന്ന് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറയുന്നത്, സാധനങ്ങൾ എടുത്തുകൊണ്ടോ. കാരണം ഇവർക്ക് ആ കണക്ക് കിട്ടാൻ, അപ്പോഴാണ് കറക്റ്റ് ടൈം അവർക്ക് എന്ത് ചെയ്യുള്ളൂ, അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക, രണ്ടാമത് അത് മാറ്റുക, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കൊണ്ടുപോകാതെ വൈകിക്കുക, ഓൺലൈനിലാക്കിയിട്ട്, അല്ലാതെ അതിന്റെ കറക്റ്റ് അതിന്റെ ഒരു ട്രാക്കിംഗ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഇൻവെന്ററി നഷ്ടങ്ങൾ എന്ത് ചെയ്യും, കമ്പനിക്ക് ഉണ്ടാവും. അപ്പൊ അത് ഓർഡർ പീരീഡ് ലേറ്റ് ആവും. അത് നമുക്കറിയില്ല. അപ്പൊ നമ്മളൊരു 10,000 യൂണിറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ ചിലപ്പോൾ ഒരു 9,000 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 8,000 യൂണിറ്റ് കച്ചവടം നടക്കുന്ന സമയത്തായിരിക്കും കമ്പനി രണ്ടാമത് എന്ത് ചെയ്യുക, അത് ഓർഡർ ചെയ്യുക. അതേപോലെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു പൊട്ടത്തരാണ് ഒരേ ലിസ്റ്റ് ഇടുക, കമ്പനിയുടെ ഒരേ പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് ഇടുക. 25 SPക്ക് പേസ്റ്റ്, 25 SPക്ക് സോപ്പ്, 5 SPക്ക് ഇന്ന സാധനം, 10 SPക്ക്. ഒരു ടീമിന് മൊത്തം ഒരേ ഓർഡറുകൾ. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്, കമ്പനിക്ക് ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും എന്ത് ചെയ്യുക, സെയിൽ പോവുക. അപ്പുറത്തുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ അവിടെ എന്ത് ചെയ്യും, കെട്ടിക്കിടക്കുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സിന് ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പൊ എല്ലാവരും ബെഡ്ഷീറ്റ് എടുത്തു. അപ്പൊ എന്തായി, ഇന്നത്തെ ഈ ഒരു ടീമില്, അപ്പൊ ഇന്ന് നമ്മുടെ അല്ലെങ്കിൽ ഈ മാസം ടീമിലുള്ള എല്ലാവരും ബെഡ്ഷീറ്റ് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, എല്ലാവരും വരുന്ന എല്ലാ ആളുകളും പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ബെഡ്ഷീറ്റ് എടുത്തു അല്ലെ. അപ്പൊ 10,000 സ്റ്റോക്ക് വെച്ച ആളുകള്, കമ്പനിക്ക് അറിയില്ലല്ലോ ഈ ടീമുകാര് മൊത്തം ബെഡ്ഷീറ്റ് എടുക്കാൻ പോണതെന്ന്. ഒരു 8,000 ഓർഡർ ചെയ്യുന്നത് ചിലപ്പോ ഒരു ദിവസം തന്നെ 1,000-500 ഓർഡറുകൾ നമ്മൾ വിചാരിക്കാണ്ട് എന്ത് ചെയ്യും, പോവും. അപ്പൊ അവിടെ എന്ത് വരും, പെൻഡിങ് വരും. സെയിം പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്.
രണ്ടാമത്തെ പ്രശ്നം എന്താണ്? പ്രൊഡക്റ്റുകൾ പെൻഡിങ് വരുന്നു. രണ്ടാമത്തെ പ്രശ്നം വരുന്നത് ഈ ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ടീമിലേക്ക് എന്ത് ചെയ്യുന്നു? അത് ബാധിക്കും. പകരം പല പ്രൊഡക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കമ്പനിയുടെ നഷ്ടം നികത്താൻ പറ്റും. കാരണം കമ്പനി അവിടെ വെക്കുന്ന പ്രൊഡക്റ്റുകൾ കെട്ടിക്കിടക്കാതിരിക്കാൻ നമുക്ക് പറ്റും. കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ലാഭം കൂടും അല്ലെ? കമ്പനി കുറച്ചും കൂടി വളരെ റിസ്ക് ഫ്രീ ആയിട്ടും നമുക്കും കുറച്ചും കൂടി റിസ്ക്. കാരണം പല പ്രൊഡക്ട്സുകൾ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം സാധനങ്ങൾ കൊണ്ടുവന്നു, ഇത്രയും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എന്ന് പറയുന്നതിന് പകരം ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ എന്താവും? ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എത്ര പ്രൊഡക്റ്റ് വരണം, അതിന്റെ റീ ഓർഡർ പീരീഡ്, അല്ലെങ്കിൽ അത് എപ്പോ ഓർഡർ ചെയ്യണം, എപ്പോ എത്തണം, സപ്ലയേഴ്സിനെ കണ്ടെത്തണം, അവർക്ക് പൈസ കൊടുക്കണം. ഇങ്ങനെ പറയുന്ന ഒരു റിസ്ക്കും ആർക്കില്ല. ഫിജിക്കാർട്ട് ചെയ്യുന്ന ഒരൊറ്റ അഫിലിയേറ്റ്സിന് ഇല്ല അല്ലെ? എനിക്ക് തോന്നുന്നു ഇവിടുന്ന് DSM മെമ്മോ ഉള്ള ആളുകൾ അവിടെ ഒരു മീറ്റിംഗ് വന്നപ്പോ നമ്മുടെ സാം സാർ CEO സാർ പറയുന്നുണ്ടായിരുന്നു, പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് അവര് ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ ഓട്ടോറിക്ഷയിൽ പോയി. ഒന്ന് ആലോചിച്ചൊക്കെ, ഇവിടുന്ന് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് അവര് പോയി പ്രൊഡക്റ്റ് ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ പാക്കിംഗ് ചാർജ്, അതിന്റെ റോ മെറ്റീരിയൽസ്, ക്വാളിറ്റി ടെസ്റ്റ് ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എന്താ പണി? സൈറ്റിൽ നിന്ന് അയ്യേ ഇത് നന്നല്ല, ഞാൻ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ നോക്കുന്നുള്ളൂ, എന്റെ ടീമിൽ ഇന്നതേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതൊന്നും വിൽക്കാൻ പറ്റുന്നില്ല. എത്ര റിസ്ക് കുറവാന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളാ എടുക്കണ്ടേ അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി വേറെ ആരൊക്കെയോ പണിയെടുത്തുകൊണ്ടാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇ കൊമേഴ്സിലേക്ക് വന്ന ഒരു സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അയ്യോ അത് വന്നില്ല, ഇത് കിട്ടുന്നില്ല എന്ന് പറയാൻ നമുക്ക് എത്ര എളുപ്പമാണ് അല്ലെ? അതിന്റെ പിന്നിൽ എടുക്കുന്ന ഒരു എഫേർട്ട്, അതായത് നമുക്ക് ഭയങ്കര കുറവാ. ഒരു ഫിജിക്കാർട്ട് അഫിലിയേറ്റിനെ സംബന്ധിച്ചോളം നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഭയങ്കര കുറവാ. അത് മാത്രമല്ല, ഇൻവെന്ററിയുടെ കോസ്റ്റ് ഇല്ല, സ്റ്റോറേജിന്റെ കോസ്റ്റ് ഇല്ല, നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന കോസ്റ്റ് ഇല്ല. കോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പറേഷൻ. അതായത് ഈ ഒരു ബിസിനസ് റണ്ണ് ചെയ്യാൻ മറ്റ് ട്രഡീഷണൽ ബിസിനസ് നടത്തുന്ന അത്ര പറഞ്ഞാൽ അതിന്റെ 1% നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നില്ല എന്നുള്ളതാണ്. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. അതായത് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന എങ്ങനെയാ? ഗൂഗിൾ പേ വഴി, ഫോൺ പേ വഴി, UPI ID വഴി, അല്ലെങ്കിൽ കാർഡ്സ് വഴി ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ? സെക്യൂർ പേയ്മെന്റ്സ് ആണ്. ട്രാൻസാക്ഷൻ IDs രജിസ്റ്റർ ആവുന്നു, ഏത് കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെന്റ് പോയത് എന്ന് അറിയുന്നു, ഏത് കസ്റ്റമർക്കാണ് പേയ്മെന്റ് പോയിട്ടുള്ളത്, എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് അറിയുന്നു, അവരുടെ റിവ്യൂസ് അറിയുന്നു. പർച്ചേസ് ഓർഡറിലോ സെയിൽസ് ഓർഡറിലോ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നു. അതായത് എന്തൊരു പ്രൊഡക്റ്റും ഒരു കസ്റ്റമർ അറിയാത്ത ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അവർ പറയാത്തൊരു സാധനം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. കമ്പനിയും ഒരു കസ്റ്റമറും, അല്ലെങ്കിൽ കമ്പനിയും ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ ഒരു വലിയ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. കാരണം പണ്ട് പൈസ ഒന്ന് കൊടുക്കുന്നു, പ്രൊഡക്റ്റ് വേറെ എന്തെങ്കിലും വരുന്നു. ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി ഇന്ന് ഓർഡർ ചെയ്ത് ബില്ല് ചെയ്തിട്ടുള്ള സാധനത്തിലൂടെ മാത്രമേ സാധനങ്ങൾ എത്തുന്നുള്ളൂ അല്ലെ? അപ്പോൾ അതായത് ഒരു ഇ കൊമേഴ്സിന്റെ കൂടെ MLM ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇ കൊമേഴ്സ് പ്ലസ് MLM ഇസ് ഈക്വൽ ടു അൺലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ്. അൺലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഇ കൊമേഴ്സിന്റെ സാധ്യത കൃത്യമായിട്ട് അറിയുന്നവനും അത് ഉപയോഗിക്കുന്ന ആളുകളും MLM എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ വൈഡ് ആയിട്ട് ബിസിനസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ഇട്ടാവട്ടത്ത് 50 കിലോമീറ്റർ ചുറ്റളവ് എന്നുള്ളത് മാറിയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധനം അല്ല ചിലപ്പോൾ ആന്ധ്രാപ്രദേശിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഒക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. പല സ്ഥലങ്ങളിൽ പല പ്രൊഡക്റ്റുകളും പല കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഒന്ന് നോക്കുക, ഇവിടുന്ന് നമ്മൾ നോർത്തേൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഡ്രൈ ക്ലൈമറ്റ് ഉള്ളത്. ഡ്രൈ ക്ലൈമറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളാണ് നമ്മുടെ സോപ്പും മറ്റ് കാറ്റഗറിയിലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, സൺസ്ക്രീനുകൾ, കോസ്മെറ്റിക് പ്രൊഡക്ട്സ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്
നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് എന്ത് ചെയ്യും, ഈ പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യും. അവിടെ നമ്മളെ പ്രൊഡക്ട്സിനേക്കാൾ റേറ്റ് കൂടുതലാണ് അവിടെയുള്ള പല പ്രൊഡക്ട്സുകളും, ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സുകളും ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കരമായിട്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് കയ്യിൽ തന്നത്. പക്ഷെ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുക എന്നല്ലാണ്ട് അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തണമെന്ന് കൃത്യമായി അറിയില്ല. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. നമ്മളിവിടെ എല്ലാവരും സ്റ്റാറ്റസ് ഇടുക അല്ലെ, പല ആളുകളും പറയും സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്റെ പ്രൈവസി അല്ലേ, സ്റ്റാറ്റസ് നിങ്ങളുടെ പ്രൈവസിക്കാണ്. പക്ഷെ ആ പ്രൈവസി നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയ കാര്യങ്ങൾ അല്ലെ, നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, വലിയ വരുമാനങ്ങളാണ് കാണിച്ചിരുന്നത്. അപ്പോ ചെറിയൊരു കളിയല്ല ഫിജിക്കാർട്ട് എന്ന് പറയുന്നതോ ഇ കൊമേഴ്സ് എന്ന് പറയുന്നതോ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒതുങ്ങുന്നല്ല. ഇത് ജസ്റ്റ് ഒരു ബേസിക് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ വൈഡർ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ചിലപ്പോൾ ഉറക്കം തൂങ്ങി വീഴും, ഒന്നും മനസ്സിലാവാതെ വായി പൊളിച്ചു നിൽക്കും. പക്ഷെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, ചെറിയൊരു കളിയല്ല, ചെറിയൊരു എഫേർട്ട് അല്ല ഇതിന്റെ പിന്നില്. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കുന്നത് സൈറ്റിൽ അതില്ല, സൈറ്റിൽ ഇതില്ല, സൈറ്റ് കിട്ടിയില്ല, സൈറ്റ് ഹാങ് ആയി എന്ന് പറയുമ്പോൾ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ വലിയൊരു സാഗരമാണ്. അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അവനവന്റെ യുക്തിക്കും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലും. ഇവിടെ നിങ്ങൾക്ക് കാണാം ലേൺ, ഷെയർ, ഗ്രോ, സക്സീഡ്. ലേൺ, ഷെയർ, ഗ്രോ, സക്സീഡ് എന്നാണ്. ആദ്യമേ ഗ്രോ, സക്സീഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിജയിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് എത്തിയിട്ട് ഇതൊക്കെ പഠിക്കാം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം പഠിക്കാനാ പറയുന്നത്. പഠിച്ച കാര്യം മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാനും അത് ആവശ്യമുള്ളത് സംസാരിക്കാനും ഒക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗിച്ച് വളർച്ച കൈവരിക്കുക. നമ്മൾ വളരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, സക്സീഡ് ആവാം. നിങ്ങൾ അവിടെ ഒരു കോട്സ് കാണും, പവേർഡ് ബൈ ഡിജിറ്റൽ നെറ്റ്വർക്കിംഗ് ആൻഡ് സ്മാർട്ട് എന്റർപ്രണർഷിപ്പ്. അതായത് നമ്മൾ എപ്പോഴും പറയും ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് നമുക്ക് ആവശ്യം എന്ന് പറയാം അല്ലെ. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ വളരെ സ്മാർട്ടായി